മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം രണ്ടായി. ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരൻ മകൻ 40 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം ഉത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെയാണ് മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ച് സംഘർഷം നടന്നത്. മുൻപ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്നാണ് പോലീസ് പറഞ്ഞു. സംഘം ചേർന്ന് ചേരിതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ 6ഓളം പേർക്ക് കുത്തേറ്റിരുന്നു. ഇതിൽ വെളുത്തൂർ സ്വദേശി 21 വയസ്സുള്ള അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. 4 പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗുരുതര പരിക്കേറ്റ സന്തോഷ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരണപ്പെട്ടത്. ഇയാളുടെ ആന്തരിക അവയവങ്ങൾക്ക് കത്തിക്കുത്തിൽ പരിക്കേറ്റിരുന്നു. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന പ്രതികൾ ഇനിയും പിടിയിലായിട്ടില്ല. പോലീസ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. 2 മാസം മുൻപ് മൂർക്കനാട് വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. വെള്ളാങ്ങല്ലൂർ വടക്കുംകര സ്വദേശി കുന്നുത്താൻ വീട്ട് 32 വയസ്സുള്ള മെജോ, കരുവന്നൂർ ചെറിയപാലം സ്വദേശി പൂക്കാട്ടിൽ വീട്ടിൽ അതുൽ കൃഷ്ണ എന്ന 23 വയസ്സുള്ള അപ്പു, അമ്മാടം പറപ്പക്കടവ് സ്വദേശി പുത്തൻപുരയ്ക്കൽ 21 വയസ്സുള്ള അക്ഷയ്, കാറളം സ്വദേശികളായ പാടേക്കാരൻ 23 വയസ്സുള്ള ഫാസിൽ, ജിഷ്ണു എന്ന 26 വയസ്സുള്ള വാവ എന്നിവരും പ്രായപൂർത്തിയാകാത്ത ഒരാളുമാണ് പിടിയിലായത്. ഇതിൽ മെജോ എന്നയാൾ ഇരിങ്ങാലക്കുടയിൽ നടന്ന ചുണ്ണാമ്പ് തെറിച്ചതുമായി ബന്ധപ്പെട്ട് ഒരാളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കുഞ്ഞിമൊയ്തീൻ കുട്ടിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസും സ്ക്വാഡ് അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഇന്നലെ സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. തെളിവുകൾ ശേഖരിച്ചു. സംഭവത്തിൽ ഇനിയും പ്രതികൾ പിടികൂടുവാനുണ്ട്. ചിലർ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് സൂചന.